വേറൊരു വഴിയിൽ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പൂജാരി ആയാൽ ഇപ്പോഴും ലാസ്റ്റ് ഡേറ്റ് ആണ്. ഞങ്ങളുടെ ലെവൽ കിടക്കുന്നത് ഇപ്പോഴും ലാസ്റ്റ് ഡേറ്റ് ആണ്. ഫസ്റ്റ് ഒരു ക്ഷേത്രത്തിന്റെ പ്രധാനമായ അംശമാണ് പൂജാരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിയമപ്രകാരം ലാസ്റ്റ് ഗ്രേഡ് ആണ്. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവർ പറയുന്നു. ഇപ്പോഴും അല്ലെ ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടാന്നല്ല, സാമാന്യം ഭക്തജനങ്ങൾ വരുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു പൂജാരിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ കാല് പിടിക്കണം, കൊണ്ടു കൊടുക്കാനുള്ളതൊക്കെ കൊണ്ടു കൊടുക്കണം, അപ്പാസ്വാമി എന്ന് പറഞ്ഞ് നിൽക്കണം. അതല്ലെങ്കിൽ ഒറ്റ മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത അമ്പലത്തിലെ പൂജാരിയായി കൊണ്ടിടും. അങ്ങനെ തൊട്ടിട്ട് അവർക്ക് തൊട്ട് ആദ്യം പറഞ്ഞ പോലെ പട്ടരാണെങ്കിലും പട്ടികജാതിയാണെങ്കിലും ഇന്നീളത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും പറയാനുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഇതെല്ലാം പറയാറുമുണ്ട്. എല്ലാ സമുദായ സംഘടനകളും അവരവരുടെ വിഷമങ്ങളും വിഷയങ്ങളും പറയാറുണ്ട്. എന്റെ ചോദ്യം, കഴിഞ്ഞ നൂറ്റാണ്ട് മുതൽ ഇന്ന് ഈ 2016 ഇവിടെ ഇന്ന് വരെ നമുക്ക് ചിന്തിക്കൂ, ഇന്ന് വരെ മെയ് മാസം 4-ാം തീയതി വരെ ഈ സാമുദായിക സംഘടനകളുടെ ഒക്കെ യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ നടന്ന ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഒരു പ്രമേയ രൂപത്തിലോ ഒരു പ്രസ്താവന രൂപത്തിലോ ഒരു പ്രസംഗ രൂപത്തിലോ ഞങ്ങളുടെ അമ്മമാർക്ക് ശബരിമലയിൽ പോകണം എന്നൊരാവശ്യം ഉണ്ടായിട്ടുണ്ടോ? NSSന്റെയോ SNDPയുടെയോ KPMSന്റെയോ യോഗക്ഷേമ സഭയുടെയോ നാടാർ മഹാസഭയുടെ ഏതിന്റെയെങ്കിലും അങ്ങനെ ഒരു ആവശ്യം ഒരു സമുദായ സംഘടന ഉന്നയിച്ചാൽ ഒരു സംശയവും വേണ്ട, അന്നത്തെ ദിവസം ഹിന്ദു ഐക്യവേദിയുടെ കോർ കമ്മിറ്റി കൂടിയിരിക്കും. ഒരു സമുദായ സംഘടന ആവശ്യപ്പെട്ടാൽ, കാരണം അത് ഹിന്ദുവിന്റെ ആവശ്യമാണ്, ഭക്തരുടെ ആവശ്യമാണ്. കേരളത്തിലെ ഒരു സമുദായ സംഘടന അത് 27% പിന്തുണയുള്ള SNDP തന്നെ ആയിക്കോളണമെന്നൊന്നുമില്ല. ചുണ്ണാമ്പ് തൊട്ടെണ്ണിയാൽ 200 ആളെ തികയ്ക്കാത്ത ചാക്യാർ സമൂഹം ആവശ്യപ്പെട്ടാലും മതി. ചാക്യാർ ഒരു ജാതിയാണല്ലോ. ചുണ്ണാമ്പ് തൊട്ടെണ്ണിയാൽ ചിലപ്പോൾ 200 ആള് തികയില്ല. അപ്പൊ 27% പിന്തുണയുള്ള SNDPയോ ചുണ്ണാമ്പ് തൊട്ടെണ്ണെ 200 ആളില്ലാത്ത ചാക്യാർ സമൂഹമോ ആരുമായിക്കൊള്ളട്ടെ, ഹൈന്ദവ സമൂഹത്തിലെ ഒരു സമുദായം ഇത് അവരുടെ ഒരു ആവശ്യമായി പറഞ്ഞാൽ അന്ന് ഹിന്ദു ഐക്യവേദി കോർ കമ്മിറ്റി കൂടും. നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും? പണ്ഡിതരെ വിളിക്കണം, തന്ത്രിമാരെ വിളിക്കണം, അതിന് എന്റേതായ സംവിധാനമുണ്ട്. ദൈവജ്ഞരെ വിളിക്കണം, അഭിപ്രായങ്ങൾ സ്വരൂപിക്കണം, പല തലത്തിൽ ചർച്ച നടത്തണം. അതിനൊക്കെ ശേഷം ഹൈന്ദവ സമൂഹത്തിലെ അറിവുകളും ആവശ്യവും ഒന്നിക്കുന്നു. ശബരിമലയിൽ സ്ത്രീകൾ എല്ലാ പ്രായത്തിലും കടക്കണമെന്ന് അറിവും ആവശ്യവും സംഗമിക്കുന്ന ഒരു നിമിഷത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുന്നത് നമ്മൾ ഇതിനല്ല. പക്ഷെ അങ്ങനെ ഒരു ആവശ്യം വരുന്നത് ഭക്തരുടെ ഭാഗത്തു നിന്നായിരിക്കണം. സമുദായ സംഘടനകൾ ഇതുവരെ ആവശ്യപ്പെട്ടു. 2, കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും മാതൃസമിതികളുണ്ട്. മാതൃസമിതികളില്ലാത്ത അപൂർവം ചില ക്ഷേത്രങ്ങളേ ഉള്ളൂ. എല്ലാ ക്ഷേത്രങ്ങൾക്കും മാതൃസമിതിയുണ്ട്. അവരാ ക്ഷേത്രത്തിന്റെ ചാലനശക്തിയാണ്. ഇതിന് ഏതെങ്കിലും ഒരു മാതൃസമിതി എന്നെങ്കിലും യോഗം ചേർന്നിട്ട് കേരളത്തിലെ ഏത് ക്ഷേത്രമായിക്കോട്ടെ, കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം പോലെ, വൈക്കം ക്ഷേത്രം പോലെയോ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം പോലെ പേരും പ്രസിദ്ധിയുള്ള ക്ഷേത്രം ആവണ്ട. അന്ത്യത്തിരി ഇല്ലാതെ ദീർഘനാൾ അടഞ്ഞു കിടന്ന എന്റെ മരുതൂര് തളി ശിവക്ഷേത്രമായാലും മതി. 18 തളിയിൽ ഒന്നാ കാര്യം കുറെ കാലം അന്ത്യത്തിരി ഇല്ലാണ്ട് കിടന്നു, ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്നു കിടന്നു. ആയിക്കോട്ടെ, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പോലെ, വൈക്കം ക്ഷേത്രം പോലെ, ഏറ്റുമാനൂർ പോലെ, ശബരിമല പോലെ, ഗുരുവായൂർ പോലെ പ്രസിദ്ധിയുള്ള ക്ഷേത്രമല്ല. അന്നാട്ടുകാരുടെ മാത്രം മനസ്സിൽ നിൽക്കുന്ന ക്ഷേത്രങ്ങൾ, അവിടത്തെയെങ്കിലും ഒരു മാതൃസമിതി യോഗം ചേർന്നിട്ട് എപ്പോഴെങ്കിലും മാതൃസമിതിയുടെ ഏതെങ്കിലും ഒരു വാർഷിക പൊതുയോഗത്തിൽ ഞങ്ങൾക്ക് യൗവനാവസ്ഥയിൽ ശബരിമലയിൽ പോകണം, ഇങ്ങനെ ഒരു ആവശ്യം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ മാതൃസമിതി ഉന്നയിച്ചാൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവർ ഭക്തരാണ്, ക്ഷേത്രകാര്യങ്ങളിൽ തൽപരരാണ്. അവരങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായമാണ്. ആ ആവശ്യത്തിന്റെ പുറത്ത് വേണോ വേണ്ടയോ എന്ന ചർച്ച അപ്പോഴാണ് നടത്തേണ്ടത്. ആവശ്യക്കാരൻ പറയുമ്പോഴല്ലേ നടത്തേണ്ടത്. അങ്ങനെ ഒന്ന് ആവശ്യപ്പെട്ടാൽ ചർച്ച നടത്തുന്നതിൽ ഹിന്ദു ഐക്യവേദി എതിരല്ല. പക്ഷേ അങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ മാതൃസമിതി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇനി പോട്ടെ, ശബരിമല ക്ഷേത്രം ഇപ്പോഴും ആചാരപരമായി പന്തളം കൊട്ടാരത്തിൻ്റെതാണ്, നിയമപരമായി അല്ല, ആചാരപരമായിട്ട്. അതിന്റെ തെളിവാണ് മകരവിളക്ക് കഴിഞ്ഞാൽ ഇപ്പോഴും നടയടച്ചാൽ താക്കോലും കൂട്ടം ഒരു കിഴി പണവും കൂടി കൊടുക്കുന്നത് പന്തളം രാജപ്രതിനിധിയുടെ കയ്യിലാണ്. അത് ആചാരമാണ്. ഉടമസ്ഥനല്ലേ താക്കോൽ ഏൽപ്പിക്കേണ്ടത് കൂട്ടുമ്പോ? അപ്പൊ പന്തളം രാജാവാണ് ഉടമസ്ഥൻ എന്നുള്ളതുകൊണ്ടാണല്ലോ ഈ താക്കോൽ ഏൽപ്പിക്കുന്നത്. ഒരു കിഴി പണം ഒരു കൊല്ലത്തെ വരുമാനം എന്നുള്ള നിലയ്ക്കാത്ത കൊടുക്കണം. കിഴിയിൽ എന്താണെന്ന് രാജ്യപ്രതിനിധിക്കും അയ്യപ്പനും അറിയായിരിക്കും. ഏതായാലും ഒരു കൊല്ലത്തെ വരുമാനം എന്ന് പറഞ്ഞിട്ട് ഒരു കിഴിയും കൊടുക്കുന്നുണ്ട്. അത് ഉടമസ്ഥനാണല്ലോ കൊടുക്കേണ്ടത്. അപ്പൊ ഇപ്പോഴും ആചാരപരമായി ഉടമസ്ഥൻ പന്തളം കൊട്ടാരമാണ്. എങ്കിൽ പന്തളം കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർ അയ്യപ്പന്റെ മാതൃസ്ഥാനത്താണ്. പന്തളം കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർ അവരാവശ്യപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾക്ക് യൗവനാവസ്ഥയിൽ ഞങ്ങളുടെ മകനെ കാണാൻ പോകണം? ഞങ്ങൾ അന്യരെന്നല്ല കാണാൻ പോകുന്നത്, ഞങ്ങളുടെ മകനെയാണ് കാണാൻ പോണത്. യൗവനാവസ്ഥയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ കാണാൻ പോകണം എന്ന് പന്തളം കൊട്ടാരത്തുനിന്ന് ഒരു ആവശ്യം വന്നാൽ ഹൈന്ദവ സമൂഹം അത് ചെവി കൊടുക്കും. കാരണം ഇപ്പോഴും നമ്മൾ അയ്യപ്പന്റെ മാതൃസ്ഥാനത്ത് അല്ലെങ്കിൽ അയ്യപ്പന്റെ കുടുംബമായി നമ്മൾ കാണുന്നതോടെ. അപ്പൊ അവരൊന്ന് ആവശ്യപ്പെട്ടാൽ ഗൗരവമാണത്. നമുക്ക് ചിന്തിക്കണം, വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കണം. വേണം എന്നൊറ്റയ്ക്ക് പറയലല്ല, വേണോ വേണ്ടയോ എന്ന് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാൻ അതൊരു നിമിത്തമാണ്. അത് ആ ഒരു ആവശ്യം വരുന്നൊരു നിമിത്തമാണ്. അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടുണ്ടോ?
ഒരു പുരുഷന്റെ വ്രതം പൂർത്തിയാക്കുന്നത് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം സ്ത്രീയാണ്. അവനോടൊപ്പം കുളിച്ച്, അല്ലെ, ഞങ്ങളൊക്കെ നാട്ടിലേക്ക് തുലാമാസത്തിൽ കുളിച്ച് കഞ്ഞി കുടിക്കാൻ തുടങ്ങുന്നതാണ്. അതുവരെ എപ്പോഴെങ്കിലും കഴിച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു കുളിയല്ലേ. തുലാമാസം തൊട്ട് ശബരിമലയ്ക്ക് പോവാൻ നിശ്ചയിക്കാൻ തുലാമാസം തൊട്ട് കുളിച്ച് കഞ്ഞി, ചിലർ കഞ്ഞിയിലേ തുടങ്ങും, കുളിച്ച് കഞ്ഞി കുടിച്ച്. ഇതൊക്കെ ആരാ കൂടെ നിന്ന് ചെയ്യണത്? കുളിച്ച് ശുദ്ധിയോടെ വെച്ച്, അല്ലെ, അരുതാത്ത ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി സ്വന്തം ഭർത്താവിനും മക്കൾക്കും പിതാവിനും വേണ്ടുന്നതെല്ലാം കൊടുത്ത് ആ വ്രതം പൂർത്തിയാക്കുന്നത് സംശയിക്കേണ്ട ആ കുടുംബത്തിലെ അമ്മമാരാണ്. ഇതിന്റെ അവരാണ് അത് എപ്പോ തുടങ്ങി? മാലയിടുന്നതിന് മുൻപേ തുടങ്ങി. വീടടിച്ചു വാരി ശുദ്ധിയാക്കി നിലനിർത്തി, അല്ലെ, മാലയിട്ട് വ്രതം പൂർത്തിയാക്കുന്നവർ ഏതുവരെ? ഇരുമുടിക്കെട്ട് നിറയ്ക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെ ശരണം വിളിച്ചു നിൽക്കുന്ന ആ പതിവ്രത രത്നങ്ങളുടെ കൈ പലപ്പോഴും സ്വന്തം മാറത്താകും. സ്വന്തം ഭർത്താവിന്റെ ഇരുമുടിക്കെട്ട് നിറച്ച് ഗുരുസ്വാമിയുടെ തലയിൽ താങ്ങിക്കൊടുത്ത് അവര് യാത്ര പുറപ്പെടുമ്പോൾ പലപ്പോഴും അമ്മമാർ സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് ശരണം വിളിക്കും. മറ്റൊന്നുമല്ല, ഈ താലി കൂട്ടിപ്പിടിക്കുക. ഇത് കാത്തോളണേ ഭഗവാനെ, അല്ലെ, ഈ താലിക്ക് അത്രയും മഹത്വം കൽപ്പിച്ച് ഈ താലി കാത്തോളണേ ഭഗവാനെ എന്ന് പറഞ്ഞ് സ്വന്തം പാതിവൃത്യത്തിന്റെ പേരിൽ ശരണം വിളിക്കുന്ന പതിവ്രതകളായ സതീരത്നങ്ങൾക്കാണോ ശബരിമല വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശമുള്ളത്? അതോ ഈ താലിയൊക്കെ പൊട്ടിച്ച് തീയിലേക്ക് വലിച്ചെറിയുന്ന അഭിനവ ശൂർപ്പണഖകൾ ാണോ എന്നുള്ളതാണ് ഹൈന്ദവ സമൂഹം ഇന്ന് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത്. ഈ താലിയെ ഗൗരവമായി കാണുന്ന പതിവ്രതകൾ പറയട്ടെ, മറിച്ച് ഇത് പൊട്ടിച്ചെറിയുക, അത് തീയിലേക്ക് എറിയുക, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക, അത്തരത്തിൽ അഭിനവ ശൂർപ്പണഖമാണ്. അല്ലെ, ശൂർപ്പണഖയ്ക്ക് ആരും ആവാലോ. രാമനെ കണ്ടപ്പോ രാമൻ, ലക്ഷ്മണനെ കണ്ടപ്പോ ലക്ഷ്മണൻ, ആരായാലും കുഴപ്പമില്ല. അങ്ങനത്തെ അഭിനവ ശൂർപ്പണഖമാരല്ല, പാതിവൃത്യത്തിന്റെ പ്രതിനിധികളായ സതീരത്നങ്ങൾ. അവർ പറയട്ടെ, അവർ പറഞ്ഞാൽ ഹൈന്ദവ സമൂഹം കാതോർക്കും. ഇപ്പോൾ അവരാവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം കേരളത്തിലെ ആചാരമാണ് ശബരിമലയിൽ പിന്തുടരുന്നെങ്കിൽ കേരളത്തിലെ ഭക്തരിൽ നിന്നാണ് വരുന്നത്. മറ്റുള്ളവരൊക്കെ വരുന്നുണ്ടാവും, പോകുന്നുണ്ടാവും, പക്ഷെ അവിടെ പിന്തുടരുന്ന ആചാരങ്ങൾ കേരളീയ ശൈലിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ക്ഷേത്രമാണ്. അപ്പൊ കേരളത്തിലെ ഭക്തജനങ്ങളിൽ നിന്ന് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചാൽ തീർച്ചയായും അപ്പോൾ ചർച്ച നടത്താം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. ഇപ്പോൾ ഈ ചർച്ച അനവസരത്തിലുള്ളതാണ്, അനാവശ്യമായിട്ടുള്ളതാണ്, അത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ മാത്രമുള്ളതാണ്. കാരണം ആവശ്യക്കാരുടെ ഭാഗത്ത് നല്ല വരുന്നത്, ആവശ്യക്കാരുടെ ഭാഗത്ത് നിന്ന് വരണവരെ കാത്തുകൂടെ നമുക്ക്. ചർച്ചകൾ അടഞ്ഞ അധ്യായമല്ല നമ്മളെ സംബന്ധിച്ചത്, ഒന്നും അടഞ്ഞ അധ്യായമല്ല. കാരണം എന്തിനേയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി ലോകാരാധ്യയായപ്പോൾ ആ കാൽക്കൽ നമസ്കരിക്കുമ്പോൾ ജാതിയോ ലിംഗമോ നമുക്ക് പ്രശ്നമായിരുന്നു. ഹൈന്ദവ സമൂഹത്തിന് ആ കാൽക്കൽ ജനസഹസ്രങ്ങൾ നമസ്കരിക്കുമ്പോൾ അവരുടെ ജാതി നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയിട്ടില്ല.